ദൈവത്തിന്റെ ആലോചന ചില മിനിറ്റുകൾ കൊണ്ട് നിങ്ങളുമായി പങ്കുവച്ചിരിക്കാനായിട്ട് താല്പര്യപ്പെടുന്നു. വിശദമായിട്ട് ഇത് പറയുവാനായിട്ട് എൻ്റെ മുമ്പാകെ സമയമില്ലെങ്കിലും ദൈവത്തിന്റെ ആത്മാവിന് ഇന്ന് പകൽക്കാലം സംസാരിക്കാനുള്ളത് വ്യക്തതയോടെ, ക്ലാരിറ്റിയോടെ ഇന്ന് പകൽക്കാലം സംസാരിക്കുമെന്ന് വിശ്വസിക്കുക. 2 വേദഭാഗങ്ങൾ ദൈവജനത്തിന് വേണ്ടി ഞാൻ വായിക്കുന്നു. എസ്തേറിന്റെ പുസ്തകം 3-ാം അധ്യായം 15-ാം വാക്യം മുതൽ 4-ാം അധ്യായത്തിന്റെ 3 വരെയുള്ള ഭാഗങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണമേ. അഞ്ചൽക്കാർ രാജകൽപ്പന പ്രമാണിച്ച് ക്ഷണത്തിൽ പുറപ്പെട്ടുപോയി. ശൂഷൻ രാജധാനിയിലും ആ തീർപ്പ് പരസ്യം ചെയ്തു. രാജാവും ഹാമാനും കുടിക്കുവാനിരുന്നു. ശൂഷൻ പട്ടണമോ കലങ്ങിപ്പോയി. സംഭവിച്ചതൊക്കെയും അറിഞ്ഞപ്പോൾ മൊർദെഖായി വസ്ത്രം കീറി രട്ടുടുത്ത വെണ്ണീർ വാരിയിട്ടും കൊണ്ട് പട്ടണത്തിന്റെ നടുവിൽ ചെന്ന് കൈപ്പോടെ അത്യുച്ചത്തിൽ നിലവിളിച്ചു. ഇനി അതിന്റെ 3-ാം വാക്യം, രാജാവിന്റെ കൽപ്പനയും തീർപ്പും ചെന്ന ഓരോ സംസ്ഥാനത്തും യഹൂദന്മാരുടെ ഇടയിൽ മഹാദുഃഖവും ഉപവാസവും കരച്ചിലും വിലാപവും ഉണ്ടായി. പലരും രട്ടുടുത്ത് വെണ്ണീറിൽ കിടന്നു. ഇനി 8-ാം അധ്യായത്തിലേക്ക് നിങ്ങളൊന്ന് വരണം. എന്റെ 15-ാം വാക്യം മുതൽ താഴോട്ട് വായിക്കുന്നു. എന്നാൽ മൊർദെഖായി നീലവും ശുഭ്രവുമായ രാജവസ്ത്രവും വലിയ പൊൻകിരീടവും ചണനൂൽ കൊണ്ടുള്ള രക്താംബരവും ധരിച്ച് രാജസന്നിധിയിൽ നിന്ന് പുറപ്പെട്ടു. 3-ാം അധ്യായത്തിൽ കലങ്ങിപ്പോയ ശൂഷൻ പട്ടണം 8-ാം അധ്യായത്തിൽ ആർത്ത് സന്തോഷിച്ചു. 3-ാം അധ്യായത്തിൽ വേദനയും നിരാശയും ഇരുട്ടും നിറഞ്ഞ ജനത്തിന് യഹൂദന്മാർക്ക് 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യഹൂദന്മാർക്ക് പ്രകാശവും സന്തോഷവും ആനന്ദവും ബഹുമാനവും ഉണ്ടായി. പിന്നീട് 15-ാം 17-ാം വാക്യം വായിക്കുന്ന രാജാവിന്റെ കൽപ്പനയും തീർപ്പും ചെന്നെത്തിയ സംസ്ഥാനങ്ങളിലും പട്ടണങ്ങളിലും യഹൂദന്മാർക്ക് ആനന്ദവും സന്തോഷവും വിരുന്നും ഉത്സവവും ഉണ്ടായി. ദൈവസഭയോട് പറയുവാൻ ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൈവത്തിന്റെ ദൂതിത ഒരു കംപ്ലീറ്റ് ട്രാൻസ്ഫോർമേഷൻ, ഒരു കംപ്ലീറ്റ് ട്രാൻസിഷൻ, എ കംപ്ലീറ്റ് ചേഞ്ച്. Only God can bring a complete transformation. ദൈവജനമേ മനസ്സിലാക്കണം, ഉപരിപ്ലവമായ വ്യത്യാസങ്ങൾ മനുഷ്യന് കൊണ്ടുവരുവാൻ കഴിയുമെങ്കിലും അകവും പുറവും ഒരുപോലെ, നിന്റെ വസ്ത്രം, നിന്റെ ശിരസ്, നിന്റെ കിരീടം, നിന്റെ ഇമോഷൻസ്, ഇതിനൊരു സമൂലമായ പരിവർത്തനം കൊണ്ടുവരുവാൻ ലോകത്ത് ഒരു വ്യക്തിക്കും കഴിയത്തില്ല, ഒരു കൗൺസിലർക്കും കഴിയത്തില്ല, ഒരു ബ്യൂട്ടീഷ്യനും കഴിയത്തില്ല. ഇന്ന് പകൽക്കാലം ദൈവജനം മനസ്സിലാക്കണം, if you are looking for such type of a transformation in your life, അങ്ങനെ ഒരു വ്യതിയാനത്തിന് വേണ്ടി ദൈവസഭയിൽ ഇന്ന് ആരെങ്കിലും കാത്തിരിക്കുന്നുണ്ടെങ്കിൽ, വസ്ത്രം കീറുന്ന, പൂഴിവാരി എറിയുന്ന, നിലവിളിക്കുന്ന, കരയുന്ന, ഭാവി കാണാത്ത 3-ാം അധ്യായത്തിന്റെ അവസ്ഥയിൽ നിന്ന് ഈ സന്തോഷിക്കുന്ന, ആർത്തുല്ലസിക്കുന്ന, രക്താംബരം ധരിക്കുന്ന, നീലവും ശുഭ്രവുമായ വസ്ത്രം ധരിക്കുന്ന ആളുകളുടെ മുമ്പാകെ മനസ്സ് തുറന്ന് ചിരിക്കുന്ന നിലവാരത്തിലേക്ക് പോകുവാൻ ദൈവജനങ്ങളിൽ ആരെങ്കിലും ഇന്ന് പകൽക്കാലം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ there is no other way, മറ്റൊരു മാർഗമില്ല. ദൈവ സന്നിധാനത്തിൽ വന്നാൽ എന്റെ ദൈവത്തിന് മാത്രമേ ആ കംപ്ലീറ്റ് ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരുവാൻ കഴിയുമല്ല. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ജനം മനസ്സിലാക്കണം. 3-ാം അധ്യായത്തിന്റെ അവസ്ഥയിൽ നിന്ന് we need to travel from chapter 3 to chapter 8. 3-ൽ നിന്ന് 8-ലേക്ക് ദൈവത്തിന്റെ സഭ. ഈ കാര്യം ഞാൻ എന്തിനാ ദൈവസഭയെ പറയുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷേ ദൈവത്തിന്റെ ആത്മാവ് ചില ജീവിതങ്ങളോട്, വ്യക്തികളോട്, വ്യക്തിപരമായിട്ട്, സഭയായിട്ട്, കുടുംബങ്ങളായിട്ട് ഇത് പകൽക്കാലം ഇടപെടുന്നത് നമ്മൾ 3-ൽ നിന്ന് നമ്മുടെ കാല് പറിച്ചെടുത്തേ ഒക്കത്തുള്ളൂ. കരച്ചിലിന്റെ, വിലാപത്തിന്റെ, ആ വസ്ത്രം കീറലിന്റെ, പൂഴിവാരി എറിയലിന്റെ ദിവസങ്ങളെ മതിയാക്കിയിട്ട് അവിടെ നിന്ന് slowly you have to move to chapter 4. ദൈവസന്നിധിയിൽ ദൈവത്തിൽ മാത്രം ആശ്രയിക്കുന്ന ഒരു നിലവാരത്തിലേക്ക് വന്നിട്ട് you have to move from there to chapter 8 where you see people rejoicing, സന്തോഷിക്കുന്ന, ആനന്ദിക്കുന്ന, പൂഴിയല്ല തലയിലെ കിരീടം വയ്ക്കുന്ന നിലവാരത്തിലേക്ക് ഇന്ന് പകൽക്കാലം ദൈവസഭ പോകണമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ദൈവസഭയോട് ദൂത് പറയുകയാണ്. എന്റെ ദൈവജനമേ ശ്രദ്ധിക്കണമേ, ഇത് ആരുടെ പുസ്തകമാണെന്ന് അറിയാമോ? ഒരു കാര്യം മനസ്സിലാക്കണം, ഒരു അനാഥ പെൺകുട്ടിയായ എസ്തേർ എന്ന് പറയുന്നത് വിവരിക്കാൻ സമയമില്ല. ചിറ്റപ്പന്റെ മകളെന്നുള്ള കേരളത്തിൽ ജീവിക്കുന്ന ഒരു പെൺകുട്ടിയായ എസ്തേർ എന്ന് പറയുന്നത്, ഒരു അൺഫെമിലിയർ സിറ്റുവേഷനിൽ ജീവിക്കുന്ന ഒരു പെൺകുട്ടിയായ എസ്തേർ എന്ന് പറയുന്നത്. എന്നാൽ കാലങ്ങൾ കഴിയുമ്പോൾ, ദിവസങ്ങൾ കഴിയുമ്പോൾ, ഓരോ അധ്യായം വായിച്ചു വരുമ്പോൾ അവൾ ഇപ്പൊ ഇരിക്കുന്നത് രാജാവിന്റെ കൊട്ടാരത്തിലാ. മനസ്സിലാക്കണമേ, ഇറ്റ് ഈസ് ഗോഡ് ഹു റൈറ്റ്സ് യുവർ ഹിസ്റ്ററി. ലോകത്തൊരു മനുഷ്യനുമല്ല നിന്റെ ജീവന്റെ കഥ എഴുതുന്നത്. നീ എവിടെ ഇരിക്കണമെന്ന്, നീ എന്ത് ചെയ്യണമെന്ന്, നീ എന്ത് ആസ്വദിക്കണമെന്ന്, നിന്റെ ജീവിതത്തിലേക്ക് എന്ത് വരണമെന്ന് ലോകത്തിലെ മനുഷ്യരല്ല നിന്റെ ചരിത്രം എഴുതി വെച്ചിരിക്കുന്നത്. യഹോവയായ ദൈവമാണ് നിന്റെ ജീവന്റെ കഥ എഴുതുന്നത്. ഇന്ന് പകൽക്കാലം ദൈവജനം മനസ്സിലാക്കണം. ഇന്ന് ഈ വാതിൽ വിട്ട് പുറത്തോട്ട് നീ പോകുമ്പോ ഈ ഉറപ്പും കൊണ്ടേ പോകാവൂ. മനസ്സ് തുറന്ന് പറയാൻ കഴിയണം, എന്റെ ദൈവം അറിയാതെ എന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കത്തില്ല. My story is written, it is already written. ദൈവം എഴുതി വെച്ച
എന്റെ ജീവന്റെ കഥ എഴുതുന്നത്. അതിനെ ഒന്ന് തിരിക്കാൻ എന്റെ ദൈവം ആരെയും അനുവദിക്കുന്നില്ല. പകൽക്കാലം ആ ഉറപ്പുണ്ടാകട്ടെ, ദൈവം ഉണ്ടെങ്കിൽ അത് മതിയെന്ന് വെക്കാം. വളരെ സൺഡേ സ്കൂൾ കുഞ്ഞ് മുന്നോട്ട് കടന്നു വന്ന് വാക്യം പറയാൻ വന്നതാ. അവൾ പഠിച്ചോണ്ട് വന്ന് 23-ാം സങ്കീർത്തനമാണ് പറയാനായിട്ട് തുടങ്ങി. യഹോവയുടെ ഇടയിലാകുന്നു, the Lord is my shepherd. രണ്ടാമത്തെ ഭാഗം മറന്നുപോയി. അവിടെ വീണ്ടും പറഞ്ഞു, the Lord is my shepherd, യഹോവയുടെ ഇടയിലാകുന്നു. അവിടെ കിട്ടുന്നില്ല രണ്ടാമത്തെ ഭാഗം. വീണ്ടും പറഞ്ഞു നോക്കി, യഹോവയുടെ ഇടയിലാകുന്നു, കിട്ടുന്നില്ല. അവിടെ പറഞ്ഞു that is enough എന്ന് പറഞ്ഞു. അവിടെ സത്യത്തിൽ പറഞ്ഞത് ഇന്ന് ഇത്രയും മതി, ബാക്കി അടുത്ത ആഴ്ച പറയാമെന്നാ പറഞ്ഞത്. പക്ഷെ അത് ദൈവസഭയ്ക്ക് വലിയൊരു ദൂതായിരുന്നു. The Lord is my shepherd, that is enough. എന്റെ ദൈവജനമേ, യഹോവ എന്റെ ഇടയിലാണെങ്കിൽ വേറെ ഒന്നും നിനക്ക് വേണ്ട. നിന്റെ ജീവിതത്തിൽ നീ അനുഭവിക്കുന്ന സകല പ്രതികൂലങ്ങൾക്കും അപ്പുറം ഒരു കരയുണ്ടെന്ന് ഇന്ന് പറയുന്ന നീ മനസ്സിലാക്കണം. ചില ഫുൾ സ്റ്റോപ്പുകൾ അല്ല സഹോദര. പലപ്പോഴും നമ്മൾ ചിന്തിക്കും ജീവിതത്തിലെ ഫുൾ സ്റ്റോപ്പുകൾ ആണെന്ന്. ഈ പുസ്തകം തന്നെ പറയുന്നുണ്ടല്ലോ, മൊർദെഖായി പണ്ടൊരു ഗുണം ചെയ്തത് ഫുൾ സ്റ്റോപ്പ് ആണെന്ന് വിചാരിച്ചു അവന് പ്രതിഫലമൊന്നും ആരും കൊടുത്തില്ല. എന്നാൽ ആ കഥ, ആ സ്റ്റോറി എന്റെ ദൈവം വീണ്ടും തുറക്കുന്ന ഒരു ദിവസമുണ്ട്. നീ ഫുൾ സ്റ്റോപ്പ് എന്ന് കരുതിയതിന് ഒരു വാലൂടിട്ടിട്ട് അതൊരു കോമയാക്കിയിട്ട് ആ കഥ തുടർന്ന് കൊണ്ടുപോകുവാൻ സർവശക്തനായ ഒരു ദൈവമുണ്ടെന്ന് വിശ്വസിക്കാൻ മനസ്സിനെ പകൽക്കാലം ഏൽപ്പിച്ചു കൊടുക്കാനായിട്ട് ഇടയായി തീരുമോ? നമ്മുടെ ചിന്ത വെച്ചല്ല നമ്മുടെ ജീവിതം പോകുന്നത്, നമ്മുടെ കാഴ്ചപ്പാട് വെച്ചല്ല നമ്മുടെ ജീവിതം പോകുന്നത്, നമ്മുടെ ഗതി അനുസരിച്ചല്ല നമ്മുടെ ജീവിതം പോകുന്നത്. എന്റെ ദൈവം ഒരു ഗ്രാഫ് വരച്ചിട്ടുണ്ട്, എന്റെ ദൈവം ഒരു വഴി നിനക്ക് വെട്ടിയിട്ടുണ്ട്. ചില വൈതരണികൾ നിന്റെ ജീവിതത്തിന്റെ അവസാനമാണെന്ന് നീ ചിന്തിക്കും. എന്നാൽ മനസ്സിലാക്കുക, ഒരു ദിവസം ആ കഥ തുടർന്നു കൊണ്ടുപോകുന്ന ഒരു യഹോവ നിനക്ക് വേണ്ടിയുണ്ടെന്ന് ഇത് പകൽക്കാലം ദൈവത്തിന് മനസ്സിലാക്കും. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം, വിശദമായി പറയാൻ എനിക്ക് സമയമില്ല. Sometimes we think that God is silent, but never think that God is inactive. ചില സമയത്ത് ദൈവം സൈലന്റ് ആണെങ്കിലും ഉണ്ടല്ലോ, ഇനാക്റ്റീവ് ആണെന്ന് ചിന്തിക്കരുത്. എന്റെ സഹോദര, എന്റെ സഹോദരി, പലപ്പോഴും ദൈവം പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നില്ലെങ്കിലും, പലപ്പോഴും നമ്മുടെ കരച്ചിൽ കാണുന്നില്ലെന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിലുണ്ടായാലും, വേദന കടിച്ചമർന്ന് നമ്മൾ ജീവിക്കുമ്പോഴും എന്റെ ദൈവമേ ഇത് എന്തുകൊണ്ട് എനിക്ക് ഭവിച്ചു എന്ന് പറയുമ്പോഴും ഇന്ന് മനസ്സിലാക്കുക, നിന്റെ ദൈവം ഇനാക്റ്റീവ് അല്ല, അവൻ ചരിത്രത്തിൽ എപ്പോഴും ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. ഇസ്രായേൽ ജനത്തിന് പ്രശ്നമുണ്ടാകുന്നത് 2-ാം അധ്യായത്തിലാണ്. ഹാമാൻ ജനത്തിനെതിരെ തിരിയുന്നത്, പ്രശ്നം രൂക്ഷമാകുന്നത് 3-4 അധ്യായങ്ങളില്ല. എന്നാൽ എന്റെ ദൈവം പ്രവർത്തി തുടങ്ങിയത് 2-ാം അധ്യായത്തിലല്ല, 1-ാം അധ്യായത്തിലെ എന്റെ ദൈവം പ്രവർത്തി തുടങ്ങിയത് മനസ്സിലാക്കുക. ഹാമാൻ ഒരു സ്റ്റെപ്പ് എടുക്കുന്നതിന് മുമ്പ് ദൈവം എസ്തേറിനെ എടുത്ത് അകത്തിടുക. നിങ്ങൾ ഈ പുസ്തകം വായിച്ചു നോക്കണം, കറക്റ്റ് ഒരു ചെസ് കളിക്കുന്നത് പോലെയാണ്. ഹാമാൻ സ്റ്റെപ്പ് വയ്ക്കുന്നതിന് മുമ്പ് എസ്തേർ സ്റ്റെപ്പ് വയ്ക്കുക. ഹാമാൻ 2-ാമത്തെ സ്റ്റെപ്പ് വയ്ക്കുന്നതിന് മുമ്പ് എസ്തേറിനെ ദൈവം എടുത്ത് അകത്തിടുക. ശ്രദ്ധിക്കണമേ, നമ്മുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഹൈവേയിൽ കൂടെ വരുന്ന ഹാമാനെ മാത്രമേ നമ്മൾ കാണത്തുള്ളൂ. അവൻ ബഹളം ഉണ്ടാക്കിക്കൊണ്ട് വരിക, ഇപ്പം തട്ടിക്കളയുമെന്ന്, ഇപ്പം കുടുംബത്തെ നശിപ്പിക്കുമെന്ന്, ഇപ്പം നിന്റെ ശരീരത്തെ കൊണ്ടുപോകുമെന്ന്, ഇപ്പം നിന്റെ മിനിസ്ട്രി അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞ് ആ തട്ടഹസിച്ചു വരുന്ന ഹൈവേയിൽ കൂടെ വരുന്ന ഹാമാന്റെ മേലുള്ള ദൃഷ്ടി നീ ഇന്നും മാറ്റിയിട്ട് എന്റെ ദൈവം ബൈപ്പാസിൽ കൂടെ എസ്തേറിനെ കൊണ്ടുവരുന്നത് കാണുവാൻ, ബൈറൂട്ടിലൂടെ ദൈവത്തിന്റെ വഴി വരുന്നത് കാണുവാൻ, നീ പറയത്തില്ല ദൈവം സൈലന്റ് ആണെന്ന്, നീ പറയത്തില്ല ദൈവം ഇനാക്റ്റീവ് ആണെന്ന്. അവൻ സൈലന്റ് ആയിട്ടാണെങ്കിൽ നിന്റെ ജീവിതത്തിൽ എന്റെ ദൈവം പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഇന്ന് പകൽക്കാലം മനസ്സിലാക്കും. It's God who writes your history. വേറെ ആർക്കും അത് എഴുതാനൊക്കത്തില്ല. നിന്റെ പാസ്റ്റർക്ക് അത് എഴുതാനൊക്കത്തില്ല. സൺഡേ സ്കൂൾ ടീച്ചർ അല്ല, അയൽവക്കക്കാരല്ല, നിന്റെ ജോലിയിൽ നിന്റെ ബോസ് അല്ല, നിന്റെ ജീവന്റെ കഥ എഴുതുന്നത് നിനക്ക് വേണ്ടി എഴുതുന്ന സ്വർഗ്ഗസ്ഥനായ ഒരു ദൈവമുണ്ട്. God may be silent, but he is not inactive. ഓക്കേ, ദൈവത്തിന്റെ സമയം എന്ത് പെർഫെക്റ്റ് ആണെന്ന് നോക്കണം. 3-ാമത്തെ പാഠം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, God's ways and his timings are perfect. I didn't say excellent. എക്സലന്റ് ആണെന്ന് ഞാൻ പറഞ്ഞില്ല. നമ്മുടെ ചിന്ത എന്ന് പറയുന്നത് ദൈവത്തിന്റെ പ്രവൃത്തി മുഴുവൻ എക്സലന്റ് ആയിരിക്കും എന്നുള്ളതാണ് നമ്മുടെ ചിന്തയാ. പക്ഷെ മനസ്സിലാക്കണം, അവർ പാർപ്പാൻ തക്ക പട്ടണത്തിൽ ചെല്ലേണ്ടതിന് അവരെ ചൊവ്വേയുള്ള വഴിയിൽ നടത്തി. പെപ്സിയുള്ള വഴിയല്ലായിരുന്നു, കൊക്കക്കോളയുള്ള വഴിയല്ലായിരുന്നു, കഴിക്കാനില്ലാത്ത വഴിയായിരുന്നു, മരുഭൂമിയായിരുന്നു, വെള്ളം കുടിക്കാനില്ലായിരുന്നു, ചെങ്കടലുണ്ടായിരുന്നു, ജോർദാൻ ഉണ്ടായിരുന്നു. ഇതെല്ലാം അനുഭവിച്ച ചിക്കന വന്ന് നിൽക്കുമ്പോൾ യഹോവയായ ദൈവത്തിന്റെ ആത്മാവിൽ പറയുക, അവർ പാർപ്പാൻ തക്ക പട്ടണത്തിൽ ചെല്ലേണ്ടതിന് അവൻ അവരെ ചൊവ്വയുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള വഴിയിൽ നടത്തിയെന്ന്. എന്റെ സഹോദര, വഴി
എക്സലന്റ് അല്ലെന്ന് വെച്ച് ദൈവത്തിൽ നിന്നുള്ളതല്ലെന്ന് ചിന്തിക്കരുത്. അവന്റെ വഴി എക്സലന്റ് അല്ലെങ്കിലും അവന്റെ വഴി പെർഫെക്റ്റ് വഴിയായിരിക്കുമെന്ന് പകൽക്കാലം മനസ്സിലാക്കി. രാജാവിന് ഉറക്കം വന്നില്ല. എന്ത് പെർഫെക്റ്റ് ടൈമിങ്! രാജാവ് ഹിസ്റ്ററി പുസ്തകം കൊണ്ടുവരാൻ പറഞ്ഞു. ഉറക്കം വരാത്തപ്പോ ആരാ ഹിസ്റ്ററി പുസ്തകം വായിക്കുന്നത്? പക്ഷെ രാജാവ് പറയാ കൊണ്ടുവരാൻ പറയുക. എന്ത് പെർഫെക്റ്റ് കാര്യം! കറക്റ്റ് ആ പേജിൽ തന്നെ ചെന്ന് നിന്നില്ലേ? എന്ത് പെർഫെക്റ്റ് ആയിട്ട് വായിക്കാനായിട്ട് പോയി ആ കഥ തന്നെ എടുത്ത് വായിച്ചില്ലേ? അവസാനം നമുക്കറിയാം എന്താ സംഭവിക്കുന്നത്. ഗോഡ്സ് ടൈമിംഗ്, ഗോഡ്സ് വേസ് ആർ പെർഫെക്റ്റ്. നിനക്കെതിരെ വരുന്ന ഹാമാന്റെ കഴിവുമരം, അതിൽ ഹാമാൻ തന്നെ തൂങ്ങിയാടുന്ന ഒരു ദിവസം ഉണ്ടെന്ന് ഇന്ന് പകൽക്കാലം No one can touch you. ഈ ലോകത്തിൽ ഒരു മനുഷ്യൻ നിന്നെ തൊടത്തില്ല. ജോഷിയോട് കൽപ്പന കൊടുക്കുമ്പോൾ പ്രഷർ കൊടുത്ത് അല്ലെങ്കിൽ പ്രോമിസ് കൊടുത്ത് വിടുമ്പോൾ ജോഷിയോട് യഹോവ പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ ഭൂമിയിലെ ഒരു മനുഷ്യൻ നിനക്കെതിരെ നിൽക്കുകയില്ല. നീ ന്യായപ്രമാണത്തിന്റെ വള്ളിപ്പുള്ളി വിടാതെ അനുസരിക്കുന്നവരാണെങ്കിൽ ഈ ലോകത്തിലെ ഒരു മനുഷ്യൻ നിനക്കെതിരെ നിൽക്കുകയില്ല. It is God who writes your history. God's timings and God's ways are perfect. God may be silent, but He is not inactive. നാലാമത്തെ സംഭവം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. A complete transformation, a complete transition, a complete change. കരയുന്ന, വിലപിക്കുന്ന, നിങ്ങളൊന്ന് പിക്ചറൈസ് ചെയ്യണം. പൂഴി വാരി എറിയുന്ന, വസ്ത്രം കീറുന്ന, എന്ത് സംഭവിക്കുമെന്ന് അറിയത്തില്ല, എങ്ങോട്ട് പോകുമെന്ന് അറിയത്തില്ല, നാളെ എന്ത് സംഭവിക്കുമെന്ന് അറിയത്തില്ല, എപ്പോഴാ വാൾ വരുന്നതെന്ന് അറിയത്തില്ല, എപ്പോഴാ ശുശ്രൂഷ അവസാനിക്കുന്നത്, എപ്പോഴാ ജീവിതം അവസാനിക്കുന്നത്, എപ്പോഴാ ശരീരം പോകും, ഇതൊന്നും അറിയത്തില്ല. വിലപിച്ച് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇരിക്കുന്ന മുതൽക്കായി ഉപവാസത്തോടും പ്രാർത്ഥനയോടും ദൈവം അന്വേഷിച്ച് 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ വസ്ത്രം കീറിയല്ല, നീലവും ശുഭ്രവുമായ വസ്ത്രം ധരിച്ച, പുഴി വലിയറിയല്ല, തലയിൽ വലിയ പൊൻകിരീടം വെച്ച രാജാവിന്റെ കുതിരപ്പുറത്ത് പുഞ്ചിരിയോടെ കടന്നു പോകുന്ന മൊർദെഖായി. ശൂശൻ പട്ടണം കലങ്ങിപ്പോയി, ഒരു ഗ്രൂപ്പ് മുഴുവൻ കലങ്ങിപ്പോയി. 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോ ശൂശൻ പട്ടണം ആർത്ത് സന്തോഷിക്കുക. വേദന, കരഞ്ഞു കലങ്ങിയ കണ്ണുകൾ, ഇരുട്ട, കഷ്ടപ്പാട്. 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോ രാജാവിന്റെ കൽപ്പന ചെന്നെത്തിയ സകല സംസ്ഥാനങ്ങളിലും യഹൂദന്മാർക്ക് ആനന്ദവും ഉത്സവവും ബഹുമാനവും ഉണ്ടായി. നിങ്ങൾ എന്നോടൊപ്പം ഒരു മിനിറ്റ് കണ്ണുകളെ അവർക്ക് പറയാൻ കഴിയും, എന്റെ ജീവന്റെ കഥ എഴുതുന്നത് യഹോവയായ ദൈവം. God who writes my history. ഞാനൊരു അനാഥയായിരിക്കും, ഞാനൊരു അൺഫെമിലിയർ കോണ്ടെക്സ്റ്റിൽ ജീവിക്കുന്ന വ്യക്തിയായിരിക്കും. എനിക്ക് വേണ്ടി വക്കാലത്ത് നിൽക്കാൻ, എനിക്ക് വേണ്ടി പ്രോത്സാഹിപ്പിക്കാൻ, എന്നെ ഒന്ന് കയറ്റിവിടാൻ, എന്നെ ഒന്ന് കൈപിടിക്കാൻ ആരെയും കണ്ടില്ലെന്ന് വരും. But I'm sure that it is God who writes my history. ഞാൻ ഇവിടെ ഇരുന്നപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ഒരു പാട്ട് എന്റെ ഹൃദയത്തിൽ കണ്ണുകൾ അടച്ചിരുന്നു. ഞാൻ പാടുന്നില്ല. ആ പാട്ട് നിങ്ങൾക്കറിയാമോ? ഇംഗ്ലീഷ് പാട്ട് ഇപ്രകാരം പറയുന്നു: I don't know about tomorrow, but I know who holds my hand. I don't know about tomorrow, but I know who holds tomorrow. നാളെ എന്ത് നടക്കുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ നാളെ ആരുടെ കയ്യിലായിരിക്കുന്നതെന്ന് എനിക്കറിയാം. നാളെ എന്ത് നടക്കുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ എന്റെ കയ്യിൽ പിടിച്ചിരിക്കുന്നത് ആരാണെന്ന് എനിക്കറിയാം. എന്റെ സഹോദരി, എന്റെ സഹോദര, ഈ ഒരു കോൺഫിഡൻസ് മതി. Who holds your hand? എന്റെ കൈ ആരാ പിടിച്ചിരിക്കുന്നത്? നാളെ എന്ന ദിവസം ആരുടെ കയ്യിലായിരിക്കുന്നത്? ദൈവത്തോട് പറയാൻ കഴിയുമോ? ദൈവമേ, I surrender my life to thee. I need a transformation. എത്ര പേര് കരയുന്നുണ്ട്? 3-ാം അധ്യായത്തിന്റെ അവസ്ഥയിൽ ഇരിക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളായി? ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് ദൂത് പറയുന്നത് 8-ാം അധ്യായത്തിലേക്ക് ഒന്ന് പോകാൻ കഴിയുമോ? പരിശുദ്ധ പിതാവേ, ഈ ജനവുമായി അങ്ങയുടെ മുമ്പാകെ ഞാൻ കടന്നു വരുന്നു. അങ്ങയുടെ ശബ്ദം വ്യക്തമായി ഞങ്ങളെ കേൾപ്പിച്ചത് കൊണ്ട് we know that you write our history. You will not allow anybody to rewrite it, oh Lord. കർത്താവേ, അങ്ങ് മാറ്റി എഴുതാൻ അങ്ങ് ആരെ അനുവദിക്കത്തില്ലല്ലോ. അങ്ങ് പ്രവർത്തിക്കുന്നുണ്ട്. ഞങ്ങൾക്കൊരു യാത്ര ആവശ്യം. 3-ാം അധ്യായത്തിൽ 8-ാം അധ്യായത്തിലേക്ക്. Would you come and bless us? Take us to chapter 8, where we can enjoy, where we celebrate our life. കരച്ചിലില്ലാത്ത, വേദനയില്ലാത്ത, ദുഃഖമില്ലാത്ത, ഭാരമില്ലാത്ത, മണ്ണുവാരിയറിയാത്ത, പൂഴിവാരിയറിയാത്ത, വസ്ത്രം കീറാത്ത ഒരവസ്ഥയിലേക്ക് ഞങ്ങളെ ഒന്ന് കൊണ്ടുപോകാമോ കർത്താവേ? ഞങ്ങളെ ഒന്ന് കൊണ്ടുപോകാമോ കർത്താവേ? ഞങ്ങളെ അങ്ങനെ മുമ്പാകെ സമർപ്പിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ.